അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 21 ഞായറാഴ്ച. മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയും നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് മലയാള സിനിമാ ലോകം ഇന്ന് വിട നൽകും. സംസ്കാരം ഇന്ന് രാവിലെ 10-ന് തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആയിരക്കണക്കിന് സിനിമാ പ്രേമികളാണ് കണ്ടനാടുള്ള വസതിയിലും ടൗൺഹാളിലുമെത്തി ഇന്നലെ ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ശ്രീനിവാസന്റെ അടുത്ത സുഹൃത്തുക്കളായ സത്യൻ അന്തിക്കാട്, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി മലയാള സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക താരങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ടൗൺഹാളിൽ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം കണ്ടനാടുള്ള വീട്ടിൽ നിന്ന് ടൗൺഹാളിൽ എത്തിച്ചത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണിവരെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇടമുറിയാതെ ജനം ഒഴുകിയതോടെ അത് അരമണിക്കൂർ കൂടി നീണ്ടു. ഒടുവിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് കണ്ടനാട്ടെ വീട്ടിലേക്ക് അന്ത്യയാത്ര. അന്തരിച്ച നടൻ ശ്രീനിവാസനെ അനുസ്മരിച്ച് തമിഴിലെ സൂപ്പർ താരങ്ങളായ കമൽഹാസനും രജനികാന്തും. ശ്രീനിവാസൻ ഇനി നമുക്കൊപ്പമില്ല എന്നത് തന്നെ ഞെട്ടിച്ചുവെന്ന് രജനീകാന്ത് പറഞ്ഞു. ചെന്നൈയിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നിച്ച് പഠിച്ചവരാണ് രജനിയും ശ്രീനിയും. ശബ്ദ സന്ദേശത്തിലൂടെയാണ് രജനീകാന്ത് ശ്രീനിവാസന് ആദരമർപ്പിച്ചത്. ചില കലാകാരന്മാർ നമ്മളെ രസിപ്പിക്കും, ചിലർ പ്രബുദ്ധരാക്കും, ചിലരാകട്ടെ പ്രകോപിപ്പിക്കും. ശ്രീനിവാസൻ ഇതെല്ലാം ചെയ്തെന്നാണ് കമൽഹാസൻ കുറിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ കഴിഞ്ഞ 11 വർഷമായി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ബുൾഡോസ് ചെയ്തിരിക്കുകയാണെന്നും കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് സമവായത്തോടെ നടപ്പാക്കിയ തൊഴിലുറപ്പ് നിയമം ഗ്രാമസ്വരാജിന്റെ സ്വപ്നമായിരുന്നുവെന്നും ഇപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടുവെന്നും അവർ അഭിപ്രായപ്പെട്ടു. VBG റാംജി ഒരു കരി നിയമമാണെന്നും ഈ കരി നിയമത്തിനെതിരെ പോരാടാൻ കോൺഗ്രസും താനും പ്രതിജ്ഞാബദ്ധരാണെന്നും പോരാട്ടം തുടരുമെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ റൊദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SITയുടെ നീക്കം. ഇതിനായി SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ലോഹപാളികളിലുള്ളത് ശബരിമല സ്വർണമാണെന്നറിഞ്ഞാണ് ഇരുവരും കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് SIT വ്യക്തമാക്കുന്നത്. 474 ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകി. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഷെഡ്യൂൾ പ്രകാശനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും റവന്യൂ മന്ത്രി K രാജനും ചേർന്ന് നിർവഹിച്ചു. 2026 ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിലാകും കലോത്സവം അരങ്ങേറുക. തേക്കിൻകാട് മൈതാനമായിരിക്കും പ്രധാന വേദി. ജനുവരി 14 രാവിലെ 10 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികളുടെ കലാമാമാങ്കത്തിന് തിരിതെളിക്കും. ജനുവരി 18 സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി മോഹൻലാൽ പങ്കെടുക്കും. പാലസ് ഗ്രൌണ്ടിലായിരിക്കും ഭക്ഷണശാലയെന്ന് മന്ത്രിമാർ അറിയിച്ചു. വർഗീയ ശക്തികൾക്കെതിരെ നെഞ്ചു വിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന് പിണറായി പറഞ്ഞു. ഇടത് സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയത്. മലപ്പുറം രൂപീകരിക്കുമ്പോൾ ഇടത് സർക്കാർ നേരിട്ട വിമർശനങ്ങൾ അറിയാമല്ലോ. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം എക്കാലവും സവിശേഷതയോടെ കണ്ടു. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് അളക്കാവുന്നതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് സമസ്ത ശതാബ്ദി സന്ദേശയാത്രയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാഷ്ട്രീയ നേതാക്കളോട് നീതിപൂർവമായ കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നും LDFും UDFും സംസ്ഥയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതസൌഹാർദ്ദം വാക്കിൽ ഒതുക്കരുത്, പ്രവൃത്തിയിലും വേണം.
സകല മനുഷ്യർക്കിടയിലും സൌഹാർദ്ദം ഉണ്ടാകണമെന്നും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്തയെന്നും സമസ്ത ടെക്നോളജിക്ക് എതിരല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച സമസ്ത ശതാബ്ദി സന്ദേശയാത്രയിൽ സംസാരിക്കുകയായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. NDAയുടെ പ്രധാന ഘടകകക്ഷി കേന്ദ്രമന്ത്രി ജിതൻ റാം മഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ച പാർട്ടി ഉത്തരേന്ത്യയ്ക്ക് പിന്നാലെ കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. JSSലെ പ്രൊഫസർ AV താമരാക്ഷൻ വിഭാഗവും കേരള കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ മാത്യു സ്റ്റീഫൻ, റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് ഷെറീഫ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും ഹിന്ദുസ്ഥാനി അവാം മോർച്ച പാർട്ടിയിൽ ലയിച്ചു. വാളയാർ ആൾക്കൂട്ട കൊലയിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അതിഥി തൊഴിലാളിയുടെ മരണം അങ്ങേയറ്റം വേദനാജനകവും ഗൌരവതരവുമാണ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടികൾ സ്വീകരിക്കും. മാനുഷിക പ്രശ്നമായി കണ്ട് മൃതദേഹം ഛത്തീസ്ഗഡിൽ എത്തിക്കുവാൻ സർക്കാർ മുൻകൈയെടുക്കും. പൈശാചികമായ ആക്രമണമാണ് നടന്നതെന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ചലച്ചിത്ര പ്രവർത്തകയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി. ഉത്തരവ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകണമെന്ന് കോടതി പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സമാനമായ കേസുകളിൽ അകപ്പെടാൻ പാടില്ല എന്നിവയാണ് മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ 2ാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് ജനുവരി 1 മാറ്റി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. പരാതിക്കാരിക്ക് ഗർഭഛിദ്രത്തിനുള്ള മരുന്നെത്തിച്ചത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നാണ് പോലീസ് കണ്ടെത്തൽ. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാൾ കൊല്ലപ്പെട്ടു. പുൽപ്പള്ളി വണ്ടിക്കടവിലാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. മാരൻ എന്നയാളെയാണ് കടുവ ആക്രമിച്ചത്. മാരനെ കടുവ ഉൾക്കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയെന്ന് പ്രദേശവാസികൾ പറയുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മൃതദേഹം കണ്ടെടുത്തു. വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. തലശ്ശേരി കണ്ടിക്കൽ വ്യവസായ മേഖലയിലെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റിൽ വൻ തീപിടുത്തം. അഗ്നിബാധയെ തുടർന്ന് കനത്ത പുക തലശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും പടർന്നു. ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. വെൽഡിംഗ് ജോലിക്കിടെയുണ്ടായ തീപ്പൊരിയാണ് അപകട കാരണമെന്നാണ് സൂചന. കണ്ണൂരിലെ വിവിധ ഫയർഫോഴ്സ് സ്റ്റേഷനുകളിൽ നിന്നെത്തിയ 8 യൂണിറ്റും വിമാനത്താവളത്തിലെ യൂണിറ്റും ദൌത്യത്തിൽ പങ്കെടുത്തു. തീപിടുത്തമുണ്ടായ ഉടൻ തൊഴിലാളികൾ ഒഴിഞ്ഞുപോയതിനാൽ ദുരന്തമൊഴിവായി, ആർക്കും പരിക്കില്ല. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാലപരിധി പകുതി പിന്നിടുന്ന വേളയിൽ ഹൈക്കമാൻഡ് വിളിക്കായി കാത്തിരിക്കുകയാണെന്നറിയിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ആ വിളിക്കായി കാത്തിരിക്കുമെന്നും ശിവകുമാർ പറഞ്ഞു. രാജ്യസഭയിൽ തന്റെ ആദ്യ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസന് മറുപടി നൽകി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർന്ന പെട്രോൾ വാഹനങ്ങളെയും വാഹന ഉപഭോക്താക്കളെയും എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചായിരുന്നു കമൽഹാസന്റെ ചോദ്യം. പഴയ വാഹനങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ 10% എഥനോൾ ചേർത്ത പെട്രോൾ വിപണിയിൽ നിന്ന് പിൻവലിക്കാനുള്ള കാരണം എന്താണ്? ഇത് പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി 2 മക്കൾ ചേർന്ന് അച്ഛനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തി. തമിഴ്നാട്ടിലാണ് 3 കോടി രൂപയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി കൊലപാതകം നടന്നത്. 2 യുവാക്കളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവള്ളൂർ ജില്ലയിലെ പൊത്താത്തൂർ പേട്ട സ്വദേശിയായ EP ഗണേശനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഗണേശന്റെ മക്കളായ മോഹൻരാജ്, ഹരിഹരൻ എന്നിവരെയും ഇവർക്ക് പാമ്പിനെ എത്തിച്ചു നൽകിയ 4 സഹായികളെയും പോലീസ് പിടികൂടി. സംസ്ഥാന സർക്കാർ ജീവനക്കാർ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് സർക്കുലർ പുറത്തിറക്കി കർണാടക സർക്കാർ. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്ന വസ്ത്രങ്ങൾ ധരിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി.
വിവിധ വകുപ്പ് മേധാവികൾ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, ജില്ലാ പഞ്ചായത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എന്നിവർക്കാണ് സർക്കുലർ അയച്ചത്. വരാനിരിക്കുന്ന ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള പാർട്ടി നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം വാർത്താ ഏജൻസിയായ ANIയോട് വ്യക്തമാക്കിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff Quit, the ultimate dandruff solution. തെക്കേ ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് BJPയുടെ പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടന വികസിപ്പിക്കുക, ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കുക, വിവിധ ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടാണ് നിതിൻ നബീൻ ഇക്കാര്യം പറഞ്ഞത്. കേരള, തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിൽ NDA സർക്കാരുകൾക്കായി ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP സർക്കാർ SIR ഉപയോഗിച്ച് നുഴഞ്ഞ കയറ്റക്കാരെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അവർക്ക് സംരക്ഷണം നൽകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ ഗുവാഹട്ടിയിൽ ഇന്നലെ നടന്ന ഒരു റാലിയിൽ സംസാരിക്കവെയായിരുന്നു മോദിയുടെ ആരോപണം. നുഴഞ്ഞു കയറ്റക്കാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആരംഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ഗുവാഹട്ടിയിലുള്ള ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അസമിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വലിയൊരു ഉണർവ് നൽകുന്നതാണ് ഈ പുതിയ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗാളിൽ BJP റാലിക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. കനത്ത മൂടൽമഞ്ഞാണ് പ്രതിസന്ധിയായത്. തുടർന്ന് ഹെലികോപ്റ്റർ കൊൽക്കത്ത വിമാനത്താവളത്തിലേക്ക് തിരികെ പോയി. നേരിട്ട് റാലിയെ അഭിസംബോധന ചെയ്യാൻ സാധിക്കാത്തതിൽ ജനത്തോട് ക്ഷമ ചോദിച്ച പ്രധാനമന്ത്രി പിന്നീട് വെർച്വലായി യോഗത്തിൽ പങ്കെടുത്തു. പശ്ചിമ ബംഗാളിലും അസമിലും BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ജംഗിൾ രാജ് ജനങ്ങൾ പിഴുതെറിഞ്ഞതുപോലെ ബംഗാളിലെ മഹാജംഗിൾ രാജ് അവസാനിപ്പിക്കണമെന്ന് മോദി പറഞ്ഞു. കോൺഗ്രസിന്റെ കാലത്തെ തെറ്റുകൾ തിരുത്തുന്നതാണ് തന്റെ സർക്കാരിന്റെ വികസന നയമെന്ന് മോദി അസമിൽ അവകാശപ്പെട്ടു. കൊൽക്കത്തയിൽ ലയണൽ മെസ്സി പങ്കെടുത്ത പരിപാടിയുടെ പ്രധാന സംഘാടകനായ സദാദ്രു ദത്തയുടെ വസതികളിൽ പരിശോധന നടത്തി ബംഗാൾ പോലീസ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസിന്റെ നടപടി. സംഭവത്തിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലെ പിഴവുകൾക്കപ്പുറം സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും വിരൽ ചൂണ്ടുന്ന തെളിവുകൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ആണവോർജ്ജ മേഖലയിൽ സമൂലമാറ്റം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശാന്തി ബിൽ യുഎസിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും തന്റെ ഒരു കാലത്തെ അടുത്ത സുഹൃത്തുമായി ശാന്തി പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് മോദി സർക്കാർ പാർലമെന്റിൽ ബിൽ അടിയന്തരമായി അവതരിപ്പിച്ചതെന്ന് രാജ്യസഭാ എംപിയും കോൺഗ്രസ് നേതാവുമായ ജയറാം രമേശ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ജയറാം രമേശിന്റെ വിമർശനം. നിരന്തരം സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന് സമാനമാണ് ഇന്നത്തെ ലോക സാഹചര്യമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഈ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യ സാമർത്ഥ്യത്തോടെ സ്വന്തം താൽപര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പുണെ സാഹിത്യോത്സവത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം. ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിൽ യുവാവിനെ മതനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് ജീവനോടെ തീ കൊളുത്തിയ സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. ദീപു ചന്ദ്രദാസാണ് കൊല്ലപ്പെട്ടത്. തന്റെ മകനെ മരത്തിൽ കെട്ടിയിട്ട് ജീവനോടെ തീ കൊളുത്തുകയായിരുന്നുവെന്ന് ദീപുവിന്റെ പിതാവ് രവിലാൽ ദാസ് പറഞ്ഞു. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് താങ്ങായി ലോകബാങ്ക് $700 മില്യൺ ധനസഹായത്തിന് അംഗീകാരം നൽകി. രാജ്യത്തിന്റെ മാക്രോ ഇക്കണോമിക് സ്ഥിരത ഉറപ്പാക്കാനും സേവന വിതരണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള മൾട്ടി ഇയർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുക അനുവദിച്ചതെന്ന് ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.
ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിപുലീകരിക്കുന്നതായുള്ള ആശങ്ക സജീവമായതോടെയാണ് ഇസ്രായേൽ പുതിയ സൈനിക നടപടികൾക്കുള്ള നീക്കം ശക്തമാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തരമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതോടെ അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.